വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളി അടക്കം 3 പേർ അറസ്റ്റിൽ. മലയാളിയായ പി അഭിലാഷിനെ കൊച്ചിയിൽ നിന്നാണ് പിടികൂടിയത്. നേരത്തെ ഈ കേസിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. നവമി ചേരുന്നു വിവരങ്ങളുമായി. നവമി, വളരെ തന്ത്രപ്രധാനമായ ഒരു കേസായിരുന്നു ഇത്. നാവികസേനയുടെ വിവരങ്ങൾ ചോർത്തി എന്നതിലാണ് ഇപ്പോൾ ഒരു മലയാളിയെ പിടികൂടിയിരിക്കുന്നത്, അതും ഇത്ര വർഷങ്ങൾക്ക് ശേഷം. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, ഈ കാർവാർ നേവൽ ബേസിൽ ജോലി ചെയ്തിരുന്ന കർണാടക സ്വദേശികളായ ലക്ഷ്മൺ തണ്ടേൽ, അക്ഷയ് രവി നായക് എന്നിവരെയും ഒപ്പം കൊച്ചി നേവൽ ബേസിൽ ജോലി ചെയ്തിരുന്ന കൊച്ചി സ്വദേശി പി എ അഭിലാഷിനെയുമാണ് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ 3 വർഷമായി ഇതിലൊരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. 2021 ജനുവരിയിലായിരുന്നു ഈ ആന്ധ്ര കൗണ്ടർ ഇന്റലിജൻസ് സെല്ല് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ പറയുന്നത് ഈ കൊച്ചി നേവൽ ബേസിലെയും കാർവാർ നേവൽ ബേസിലെയുമുള്ള രഹസ്യ വിവരങ്ങൾ, അതായത് അതിനുള്ളിലെ ചിത്രങ്ങളടക്കം പാക് ചാര സംഘടനയ്ക്ക് ഇവർ കൈമാറി എന്നുള്ള ഒരു കേസായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. ഇതിൽ നേരത്തെ 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ പാക് ചാര സംഘടനയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള പാക് സ്വദേശിയായിട്ടുള്ള മീർ ബലാജ് ഖാനെ പിടികൂടാനായിട്ടില്ല. ഈ ബലാജ് ഖാനാണ് ഇവർ വിവരങ്ങൾ കൈമാറിയിരുന്നതെന്നായിരുന്നു NIA കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം 2023 ജൂലൈയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. 2023 അനുബന്ധ കുറ്റപത്രത്തിൽ 3 പേരെ പ്രതിയാക്കിയും കേസ് NIA കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോഴും NIA പറഞ്ഞത് ഈ കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ചിലർ കൂടി ഇതിൽ ഇങ്ങനെ വിവരങ്ങൾ ചോർത്തി നൽകുന്നതിൽ പങ്കെടുത്തിട്ടുണ്ടെന്നൊരു വിവരം NIAക്ക് ലഭിക്കുകയും അതിന്റെ ഭാഗമായി നടന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്നലെ എറണാകുളത്തെ NIA കോടതിയിൽ നിന്നും അഭിലാഷിനെ അറസ്റ്റ് NIA ടീം എത്തി അഭിലാഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അഭിലാഷിനെ അവിടെ വിശാഖപട്ടണം തന്നെയാണ് കൊണ്ടുപോയി ഹാജരാക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ 3 വർഷമായി നടന്ന അന്വേഷണത്തിലൊടുവിലാണ് ഇപ്പോൾ അഭിലാഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.